ഭാരതീയ വിദ്യാനികേതന്റെ ഈ വർഷത്തെ കാസർഗോഡ് ജില്ലാതല ശാസ്ത്രമേള കാഞ്ഞങ്ങാട് വിവേകാനന്ദ വിദ്യാമന്ദിരത്തിൽ സമാപിച്ചു. ജില്ലയിലെ 20ഓളം വിദ്യാലയങ്ങളിൽ നിന്നുള്ള 400-ൽ പരം വിദ്യാർത്ഥികളാണ് വിവിധ വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ പങ്കെടുത്തത്. This news sponsored by ഇന്ന് തന്നെ അടുത്തുള്ള ഷോറൂം സന്ദർശിക്കൂ. ഭാരതീയ വിദ്യാനികേതൻ കേരളയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വിജ്ഞാനമേള സിനോവ 2026 കാഞ്ഞങ്ങാട്ടെ വിവേകാനന്ദ വിദ്യാമന്ദിരത്തിൽ വെച്ച് നടത്തിയത്. കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർ എം പ്രശാന്ത് ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ നമ്മുടെ അധ്യാപകർ ഇന്നലെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചായിരുന്നു. വീട്ടിൽ നിന്ന് നമ്മുടെ രക്ഷിതാക്കൾ ഒരുപാട് നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു ടാസ്ക് നമ്മൾ ചെയ്യിക്കാൻ വലിയൊരു കഠിനാധ്വാനം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് ഞാനൊരു ഇലക്ട്രീഷ്യനാണ്, ഇന്ന് നിലവിലൊരു ഇലക്ട്രീഷ്യനാണ്. എനിക്ക് ടെക്നിക്കൽ ഭയങ്കര ഇഷ്ടമാണ്. ശാസ്ത്രം എന്ന് അതിന് പറയാൻ പറ്റില്ല. പക്ഷേ അന്ന് എനിക്ക് തന്നൊരു ടാസ്ക് കയ്യടിക്കുമ്പോൾ കാത്തൊരു ലേറ്റ്. ചടങ്ങിൽ ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് കെ ശിവശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചു. പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാല ഫിസിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ഇ പ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി ഗണേശൻ പുതിയകണ്ഠം, വിവേകാനന്ദ വിദ്യാമന്ദിരം പ്രിൻസിപ്പൽ വാരിജ ടീച്ചർ, വിദ്യാമന്ദിരം പ്രസിഡന്റ് ടി വി അശോകൻ, വിജ്ഞാനമേള ജില്ലാ സംയോജകൻ സദാശിവൻ മാസ്റ്റർ ബോവിക്കാനം, വിദ്യാനികേതൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിട്ടൽ ഭട്ട് എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ കേരള ബുക്സ് ഓഫ് ഐക്കൺ ടാലന്റ് പുരസ്കാരം നേടിയ ബാബു കോട്ടപ്പാറയെ ഉപഹാരം നൽകി ആദരിച്ചു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ സെക്രട്ടറി ജയകുമാർ നെല്ലിത്തറ സ്വാഗതവും സെക്രട്ടറി എൻ അശോക് കുമാർ നന്ദിയും പറഞ്ഞു. ജില്ലയിലെ 20ഓളം വിദ്യാനികേതൻ സ്കൂളുകളിലെ 400ഓളം കുട്ടികൾ വിജ്ഞാനമേളയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.